യഥാർത്ഥത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPIM-നോ ഇടതുപക്ഷത്തിനോ ഈ വലിയ തിരിച്ചടിയല്ല ഇത്. മുൻകാലങ്ങളുമായിട്ട് താരതമ്യം. ഇപ്പൊ 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാജ്യം മുഴുവൻ വലിയ നിലയിൽ പ്രബുദ്ധമായ ഒരു സമരകാലം ആയിരുന്നല്ലോ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം. നമ്മൾ സാധാരണ വലിയ നിലയിൽ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പേരിൽ കുറ്റപ്പെടുത്താറുള്ള വടക്കേ ഇന്ത്യ പോലും കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും തോൽപ്പിച്ചപ്പോൾ 77 സാക്ഷരതയുള്ള വലിയ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളം കോൺഗ്രസിനെയാണ് വരവേറ്റത്. രാജ്യം കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അന്ന് ഇടതുപക്ഷത്തിന് നിയമസഭയിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് 17 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്സഭയിലേക്ക് വട്ടപൂജ്യമായിരുന്നു. പക്ഷേ ലാലെ 3 വർഷമേ വേണ്ടി വന്നിട്ടുള്ളൂ. 1980 EK നായനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ LDF ഗവൺമെന്റ് വന്നു. ഒരു 3 വർഷം കൊണ്ട്. ഇത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതിന്റെ കണക്കുകളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ചത്. അത് ഓർമ്മപ്പെടുത്തി കേരളീയ സമൂഹത്തെ. 2010 അന്ന് VS ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുകയാണ്. അത്രയും നല്ല ഗവൺമെന്റാണ് VS ഗവൺമെന്റും. ഇപ്പൊ ഇവരെല്ലാം കമ്പയർ ചെയ്യുന്നത് ഈ പിണറായി എന്തോ വലിയ കമ്മ്യൂണിസ്റ്റ് ശൈലിയെല്ലാം വിട്ടയാൾ, കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉപേക്ഷിച്ചയാൾ, VS മഹാനായ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു. പക്ഷെ ആ VS ഭരിക്കുന്ന കാലത്താണ് 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലാലെ നേരത്തെ കണക്കുകൾ കാണിച്ചതുപോലെ വലിയ തിരിച്ചടി LDF-നുണ്ടായത്. അത്രത്തോളം തിരിച്ചടി ഇന്നില്ല. അന്നത്തെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം LDF-ന് 6 ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം UDF-ന് 111 ആയിരുന്നു 2010. അന്ന് നഗരസഭകൾ 19 എണ്ണമേ LDF-ന് ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാമപഞ്ചായത്തുകൾ 340 മാത്രമേ LDF-ന് ഉണ്ടായിരുന്നുള്ളൂ 2010. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ തദ്ദേശ ഭരണ ഒരു വർഷം മുമ്പ് നടന്ന, ഒരു വർഷമല്ല 6 മാസം മുമ്പ് നടന്ന 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ 90 സീറ്റിൽ UDF-ന് മുൻകൈ ഉണ്ടായിരുന്നു. പക്ഷെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68-72 ഇങ്ങനെ നെക്ക് ബോട്ടിലാണ് അന്ന് UDF-ന് ഉമ്മൻചാണ്ടിയുടെ ഭരണം 2011 അധികാരത്തിൽ വന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നേ അനുഭവം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോ ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പോലെ അടിപടലം LDF തോറ്റല്ലോ. ആലപ്പുഴ മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. വലിയ നിലയിലുള്ള വോട്ട് ഷെയറിൽ പിറകോട്ട് പോക്കുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് 2019 ഒക്ടോബറിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൃത്യം 6 മാസം കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ UDF-ന്റെ 5 സിറ്റിംഗ് MLA-മാരുടെ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ വലിയ നിലയിൽ LDF ജയിച്ചു. നമ്മളത് അന്ന് കെ മുരളീധരൻ ജയിച്ച വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ട് LDF വലിയ മുന്നേറ്റം നടത്തി കേവലം 6 മാസം കൊണ്ട്. അതിന്റെ തുടർച്ചയിൽ 2020 ലോക്സഭാ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഉണ്ടായി. അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പിലെയും റിസൾട്ട് വ്യത്യസ്തമാണ്. LDF-നും ഉണ്ട് തിരിച്ചടി. 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആദ്യം 14-ൽ 13 ജില്ലയിലും LDF ജയിച്ചു. പക്ഷെ കൃത്യം 6 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF-ന് നിലവിലുണ്ടായിരുന്ന ഭരണം നഷ്ടപ്പെട്ടു വന്ന്. ഇതെല്ലാം നമ്മുടെ മുന്നിലെ അനുഭവമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ പ്രകടമാണ്. അത് ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ പോലും, വലിയ ദീർഘമായിട്ടല്ല, ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ പോലും വ്യത്യസ്തമായ നിലയിലുള്ള ജനവിധികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ വോട്ടർമാർ. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട് പരിശോധിക്കപ്പെടേണ്ട, ഈ കണക്കുകളൊക്കെ പറഞ്ഞ് ന്യായീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് നല്ല പരിശോധന നടത്തി തിരിച്ചുവരവ് നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയും. അതാണ് ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എന്തോ വലിയ കേളികൊട്ടാകും എന്ന് പറയുന്നിടത്ത് നമ്മുടെ മുന്നിലെ അനുഭവം അതാണ്. ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ വേണ്ടി കഴിയും. അതിനുള്ള തിരുത്തലുകൾ നടത്താൻ വേണ്ടി കഴിയും. തിരുത്തലുകൾ വരുത്തിയിട്ട് തന്നെയാണ് നേരത്തെ തിരിച്ചടി നേരിട്ട ഓരോ സന്ദർഭത്തിലും പഠിച്ചു തിരുത്തലുകൾ വരുത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ അതിജീവിച്ച് വന്നിട്ടുള്ളത്. ഞങ്ങളെ വീണ്ടും വിശ്വാസത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷം വലിയ നിലയിൽ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രവും CPIM-ന്റെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഈ തിരിച്ചടികളിൽ നിന്ന് അതിജീവിച്ചു വന്നതിന്റെ ഒരു വലിയ അനുഭവങ്ങളും നമുക്കൊരു വലിയ മുതൽ തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഇതിനെ ഒട്ടും കുറച്ച് കാണുകയല്ല. ഞാൻ പറഞ്ഞു, എല്ലാ നേതാക്കളുടെയും പ്രസ്താവനകളിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് തിരിച്ചടിയാണ്, ഞങ്ങൾക്ക് തോൽവിയാണ്, ഇങ്ങനെയെല്ലാം ഉണ്ടാകേണ്ടിയിരുന്നത്. എന്താണ് കാരണം?
ഞങ്ങൾ ഒട്ടും വൈകാതെ, കാരണം സമയമില്ല, നമ്മുടെ മുന്നിൽ നിയമസഭയ്ക്ക് ഒരുങ്ങേണ്ട സന്ദർഭമായി, അതുകൊണ്ട് വളരെ കൃത്യമായി വളരെ വേഗത്തിൽ തന്നെ അതിന്റെ പരിശോധന നടത്തി തിരുത്തേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ തിരുത്തി ജനങ്ങളിലേക്ക് കൂടുതൽ വിശ്വാസ്യതയോടുകൂടി ഇറങ്ങിപ്പോകും. ശരി.